ഫയർ ആവാൻ റെഡിയാണോ? യെസ്. കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് എനിക്കുള്ളതോ? എക്സ്ട്രോവേർട്ട് ആംബിവേർട്ട് ഇൻട്രോവേർട്ട് പൂക്കിയല്ല. ഒരു നമ്മുടെ സിനിമ പൊട്ടിയെന്നുള്ളത് നമ്മൾ അറിയുന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അതുവരെ ചുറ്റുമുള്ളവർ ഒളിയാ കീടില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇവരെ പാത്തുറക്കോളൂ. ഞാൻ ഭയങ്കര സിമ്പിൾ ഫയറായിരുന്നു ഇടയ്ക്ക്. എനിക്ക് ഉഴപ്പാൻ ഭയങ്കര ഇഷ്ടമാണ്. ആസിഫ് അലിനെ മലയാളികൾക്ക് അറിയാം. ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ പുനര ഹേ ഫ്രണ്ട്സ്, മീഡിയ ഓൺ ഷോമോളോടൊപ്പം നാസ്കർ അലി ചേരുന്നുണ്ട്. സോ വെൽക്കം ടു റാപ്പിഡ് ഫയർ റൗണ്ട്. ഓക്കെ, ഫയർ ആവാൻ റെഡിയാണോ? യെസ്. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചെറിയൊരു ബ്രീഫ്, വേഗം വേഗം വേഗം. ഓക്കെ. അതായത് നമ്മുടെ കരിയർ എടുക്കുകയാണെങ്കിൽ ഹണിബി, കാമുകി, JSK ഇപ്പോൾ നിലവിലെ സംഭവം, ഏത് സിനിമയാണ് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത്? സംഭവം. അതെന്താ കാരണം? ഞാൻ ലാസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന മൂവി, എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മൂവി ഇപ്പൊ സംഭവമാണ്. കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് എനിക്കുള്ളതോ? ഓവർ കോൺഫിഡൻസ്. ചില സമയം കോൺഫിഡൻസ്, ചില സമയം കോൺഫിഡൻസേ ഇല്ല എനിക്ക്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്ക് ഇടയ്ക്ക് ഇത്തിരി ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ കോൺഫിഡന്റ് ആണോ? ഞാൻ എപ്പോഴും കോൺഫിഡന്റാ. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. സംഭവം കോൺഫിഡന്റ് ആണോ? ഓ പിന്നെ. ഇപ്പം നമ്മുടെ ലൈഫിൽ ഫിലിം ജേണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൊമെന്റ് ഇപ്പോഴും ഭയങ്കര സങ്കടമുള്ള ഇത്രയും സിനിമകളായിട്ടുണ്ടല്ലോ, ഭയങ്കര സങ്കടമായിരുന്നു അത്. ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സിനിമ എന്തോന്നും നമ്മളെ ഭയങ്കരമായിട്ട് ഇപ്പോഴും ഹേർട്ട് ചെയ്യുന്നുണ്ട്, ഇനി അങ്ങോട്ട് ഹേർട്ട് ചെയ്യും. ഒരു ഇൻസിഡന്റ് എടുക്കുകയാണെങ്കിൽ അത് ഏതായിരിക്കും? ഓ, സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാനുള്ള കഴിവ് ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണെന്നൊന്നും എനിക്ക് അങ്ങനെ ഇല്ല. എനിക്ക് അങ്ങനെ വിഷമമുണ്ട്. ഞാൻ ഇരുന്ന് കരയൊക്കെ ചെയ്യും, പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടില്ല. ഞാൻ മറന്നു. സിനിമയുടെ ഇതിലൊന്നും ഞാൻ കരഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ ഹാപ്പിയാണ്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ഒരു നമ്മുടെ സിനിമ പൊട്ടിയെന്നുള്ളത് നമ്മൾ അറിയുന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അതുവരെ ചുറ്റുമുള്ളവർ ഒളിയാ കീടില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇവരെ പാത്തുറക്കോളൂ. പ്രശ്നമായിരുന്നു, അതങ്ങ് മറക്കും. ഓക്കെ, എന്നാ ഹാപ്പിയസ്റ്റ് മൊമെന്റ്? ഓക്കെ, ഇത് അതിന്റെ ഏറ്റവും ഞാൻ എല്ലാ കാലവും ഇങ്ങനെ ഓർത്ത് വെക്കും എന്നുള്ളൊരു മൊമെന്റ്. അങ്ങനെ ഒരു മൊമെന്റ് എന്താ? എനിക്ക് എൻ്റെ ഇക്കാടെ കല്യാണ ടൈം, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം അതായിരുന്നു. എനിക്കൊരു ചേച്ചീനെ കിട്ടിയെന്നുള്ളത്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എനിക്കൊരു സിസ്റ്റർ ഇല്ലാത്തത്. ഞങ്ങളുടെ ഇന്റർവ്യൂസിലൊക്കെ ആണെങ്കിൽ കാണുന്നതാണ്. അത്രയും കണക്ഷൻ ആണോ തോന്നുന്നത്? ഓ, ഞങ്ങള് ഭയങ്കര കണക്ഷനാണ് ഞാൻ ചേച്ചിയും. ഞങ്ങള് കഴിഞ്ഞ ജന്മത്തിൽ ഒരുമിച്ച് സ്വന്തം ചേച്ചി അനിയനുമായിട്ട് ജനിച്ചവര്. കിട്ടാണ്ട് പോയ ഒരു പഴയ ഇത്തത്തെ അടിപൊളിയാണ്. ഓക്കെ, എക്സ്ട്രോവേർട്ട് ആംബിവേർട്ട് ഇൻട്രോവേർട്ട്? ആംബിവേർട്ട്. പൂക്കിയല്ല. സംടൈംസ്. പിന്നെ ഉറപ്പായിട്ടും കുട്ടികളോട് ചേരുമ്പോൾ അസിഫിക്കയുടെ കുട്ടികളോട് അവരോട് ഞാൻ അവരുടെ സെയിം ഏജ് ആണ് ഞാൻ. അവർക്ക് ഇപ്പോഴും ഞാൻ അവരുടെ മൂത്തതാണെന്ന് തോന്നിയിട്ടില്ല. നമ്മൾ ഒരുമിച്ച് കിടന്നുറങ്ങുന്നു, ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നു, എല്ലാം ഞങ്ങള് ചില്ലാണ് ഞങ്ങള്. പിന്നെ സിനിമാ മേഖലയിലെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കൾ, റീസണും പറയണം. അവർ സുഹൃത്തുക്കളാവാനുള്ള റീസൺ എന്താണ്? സിനിമയിൽ എനിക്ക് ഓരോ സിനിമയിലും എനിക്ക് ഓരോ ഫ്രണ്ട് സർക്കിൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവരിലെല്ലാം പ്രിയപ്പെട്ട കുറെ പേര് കാണും, ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് ആക്ടേഴ്സിലാണെങ്കിൽ ഡെയിൻ പണ്ട് തൊട്ട് ഭയങ്കര ഇതായിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ വിളിക്കുന്ന ലൈക്ക് ധൈര്യമായിട്ട് വിളിക്കാം എന്നുള്ളൊരു ആക്ടേഴ്സിൽ ഭയങ്കര കുറവാണ്. എനിക്ക് കൂടുതലും ഡയറക്ടേഴ്സും ഫ്രണ്ട്സ്. അങ്ങനെ എനിക്കിപ്പോ മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അതിന്റെ ഡയറക്ടർ ഫൈസലുണ്ട്, പിന്നെ കുറെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഇവരൊക്കെ ആയിട്ടാണ് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സംസാരിക്കണേ. സിനിമ ഡിസ്കസ് ചെയ്യുവോ, ആരെങ്കിലും ചീത്ത പറയോ, ഇതെല്ലാം ഞങ്ങള്. ഓക്കെ, സിനിമ കഴിഞ്ഞ് ഒരു സെലിബ്രിറ്റി മെസ്സേജ് അയച്ചു, അതിപ്പോഴും എല്ലാ ലൈഫിലും അങ്ങോട്ടും ഓർത്ത് വെക്കും, ചേർത്ത് വെക്കും. സിനിമകൾ കഴിഞ്ഞിട്ടുണ്ടാവും. എന്താണോ നല്ല സിനിമയൊന്നും ചെയ്യാത്തോണ്ടോ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടില്ല. എനിക്ക് പക്ഷേ ധ്യാൻ ചേട്ടൻ ഇടയ്ക്ക് വിളിച്ചിട്ട് ഏതോ എൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നോട് സംസാരിച്ച്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ധ്യാൻ ചേട്ടൻ വിളിച്ച് അത് പറഞ്ഞപ്പോൾ സന്തോഷമായി. ഓക്കെ, ഇനി ആരോടൊപ്പം നമ്മുടെ
മലയാളത്തിൽ നമുക്കറിയാലോ ലാലേട്ടൻ നമുക്ക് അത്തരത്തിലൊരു വലിയ നിരതന ഉണ്ട്. ആരോടൊപ്പം അഭിനയിക്കാനാണ് കൂടുതൽ എല്ലാരും കൂടെ അഭിനയിക്കണം, അങ്ങനെ ഇന്നൊരാളൊന്നൊന്നുമില്ല, എല്ലാവരും കൂടെ അഭിനയിക്കണം. എന്നാലും ഒരാളെ ചൂസ് ചെയ്യുകയാണെങ്കിൽ മമ്മൂക്കയോടൊപ്പം അഭിനയിക്കണം എന്ന് പറയാം. ഓക്കെ, ഇപ്പം ആസിഫികയാണെങ്കിലും അസ്കറികയാണെങ്കിലും നിങ്ങൾ സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചു വന്നവരല്ല അല്ലേ? അങ്ങനെ ഒരു ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ടോ? സിനിമയിലേക്ക് ഞാൻ 10th പഠിക്കുമ്പോഴാണ് ഇക്ക സിനിമ വന്നത്. അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ സിനിമയിലേക്ക് പുറത്തുനിന്ന് ആളെ എടുക്കേണ്ടത്. അതിനുശേഷം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, വന്നതിന് ശേഷം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് വരുന്ന സമയത്ത് അപ്പം നമുക്ക് ചില ഇത് അഭിനയിക്കുന്ന ഇപ്പം മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനൊക്കെ ആണെങ്കിലും അഭിനയിക്കുന്ന കാണുമ്പോൾ ഇവരെ പോലെ അഭിനയിക്കണം, ഈ ഒരു രീതി ആവണം എന്ന് നമുക്ക് തോന്നുന്നൊരു ഇൻസ്പയർഡ് ആക്ടർ ആരാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ? കമലഹാസൻ, അല്ലെങ്കിൽ ഇവരൊക്കെ മമ്മൂക്ക, ലാലേട്ടൻ, കമലഹാസൻ, ഇതൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്യും. എന്നാലും ഒരു പർട്ടിക്കുലർ അതേപോലെ സിംബു, ഞാൻ ഭയങ്കര സിംബു ഫാനായിരുന്നു ഇടയ്ക്ക്. എനിക്ക് ഉഴപ്പാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, ആദ്യം തിയേറ്ററിൽ കണ്ട സിനിമ ഓർക്കുന്നുണ്ടോ? എൻ്റെ ഓർമ്മയിൽ മൈ ഡിയർ കുട്ടിച്ചാത്തൻ രണ്ടാമത് റിലീസായ ടൈമിൽ എന്താ, അത് കുറേ തവണ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെക്കൻഡ് ടൈമിൽ മൈ ഡിയർ കുട്ടിച്ചാത്തനാണ് എൻ്റെ ഓർമ്മയിൽ നടക്കുന്നത്. അന്ന് തോന്നുന്നു, അതിനി ആരെങ്കിലും പറഞ്ഞുള്ള ഓർമ്മയാണോ എന്ന് എനിക്കറിയില്ല. എന്റെ മൂവി ഒരു സെഗ്മെന്റ് എടുക്കുമ്പോഴേ അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഈ മൈ ഡിയർ കുട്ടിച്ചാത്തനാണ് പറഞ്ഞത്. ആണോ? റീ റിലീസ് അല്ല, പക്ഷേ അത് റീ റിലീസാ ഞാൻ പറഞ്ഞത്. അപ്പം എന്തായാലും അത് 3-4 തവണ റീ റിലീസ് ചെയ്തായിരുന്നു. അത് ഏത് വർഷം വേണേലും എന്നെ കൊണ്ട് വയ്ക്കാം. 2010 റീ റിലീസ് ചെയ്തായിരുന്നു. അവസാനം കണ്ട സിനിമ? അവസാനം ഇപ്പൊ ഞാൻ കണ്ട സിനിമ ഏതാ? ചത്താപ്പച്ചാന്നോ? ഓക്കെ. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അസ്കർ അലി ഇന്ത്യൻ ആക്ടർ, ആസിഫ് അലീസ് ബ്രദർ, അങ്ങനെയാണ് കിടക്കുന്നത്. സോ ആസിഫിനെ പറ്റിയോ? ഫൈനൽ. എന്റെ ചേട്ടനാണ്, അടിപൊളി മനുഷ്യനാണ്, കിഡിലുമാണ് പുള്ളി, ഗംഭീര ആക്ടറാണ്, എന്റെ സ്വന്തം ചേട്ടനാണ്. അത് തന്നെ, അതിൽ കൂടുതൽ എന്ത് പറയാനാ? ആസിഫ് അലീനെ മലയാളികൾക്ക് അറിയാം, ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ പുനര. താങ്ക് യു.